നമസ്കാരം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യു.കെയിലെ മലയാളി കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് ആ അസ്വസ്ഥതകളുടെ എല്ലാം കാരണം ദുർനടപ്പും അഹങ്കാരവുമാണെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഇല്ലാത്ത സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം കിട്ടുമ്പോൾ എല്ലാം മറന്ന് അതിൻ്റെ പിന്നാലെ പോകുന്നു. വിവാഹബന്ധത്തിലേക്ക് കടക്കുന്ന യുവാക്കൾക്കിടയിൽ പരമ്പരാഗത നിലപാടുകളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ആവശ്യം ബോധ്യപ്പെടുത്തണം. അത് പ്രധാനമാണ്. കുടുംബ ബന്ധങ്ങളിൽ പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ച മനോഭാവവും വളർത്തുക എന്നതാണ് അനിവാര്യം. ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും മുമ്പ് അതാത് പ്രശ്നങ്ങൾ വഷളാക്കുന്നതിന് മുൻപ് പ്രൊഫഷണൽ കൗൺസിലിംഗ് തേടുന്നത് ഒരു പരിധിവരെ ഗുണം ചെയ്യും. അതൊരു പരിഹാര മാർഗവും കൂടിയാണ്. യു.കെയിലെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണവും ദമ്പതികൾക്ക് അനിവാര്യമാണ്. യു.കെയിലെ നിയമം അനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ശാരീരികമായ ഉപദ്രവം മാത്രമല്ല ശിക്ഷാർഹമായ കുറ്റം. കൊയേഴ്സീവ് കൺട്രോൾ എന്നത് അവിടെ വലിയ കുറ്റമാണ്. ഇതിൽ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടും. പങ്കാളിയുടെ ബാങ്ക് അക്കൗണ്ട് നിയന്ത്രിക്കുക, ചിലവുകൾക്ക് പണം നൽകാതിരിക്കുക തുടങ്ങിയവ കുറ്റകരമാണ്. വൈകാരിക പീഡനവും നിരീക്ഷണവും ഇതേ പട്ടികയിൽ വരുന്നുണ്ട്. ഭീഷണിപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക എന്നതിനൊക്കെ പുറമെ പങ്കാളിയുടെ ഫോൺ പരിശോധിക്കുക, അവർ ആരെ കാണണമെന്ന് തീരുമാനിക്കുക എന്നിവയെല്ലാം ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരും. യു.കെയിലെ നിയമങ്ങൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. മാതാപിതാക്കൾ തമ്മിലുള്ള കലഹം കുട്ടികൾ കാണാനിടയായാൽ അത് ഇമോഷണൽ അബ്യൂസായി കണക്കാക്കും. വീട്ടിൽ പോലീസ് എത്തിയാൽ അവർ തീർച്ചയായും സോഷ്യൽ സർവീസിനെ വിവരം അറിയിക്കും. മാതാപിതാക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് കണ്ടാൽ കുട്ടികളെ സർക്കാരിന്റെ സംരക്ഷണയിലാക്കാൻ വരെ അവിടെ നിയമമുണ്ട്. ഇത് പല മലയാളി കുടുംബങ്ങളും തിരിച്ചറിയുന്നില്ല. യു.കെയിൽ തന്റെ പങ്കാളിക്ക് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവമോ ക്രിമിനൽ പശ്ചാത്തലമോ ഉണ്ടോ എന്ന് പോലീസിനോട് ചോദിച്ചറിയാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. പുതിയ ബന്ധങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇത് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ചും യു.കെയിൽ നിന്ന് തന്നെ ബന്ധം അന്വേഷിക്കുന്നവരുടെ കാര്യത്തിൽ. നാട്ടുകാരെന്തു പറയും എന്ന പേടിയിൽ പലരും പ്രശ്നങ്ങൾ കുടുംബങ്ങളിലേക്ക് ഒതുക്കുന്നു. ഇത് പിന്നീട് വലിയ പൊട്ടിത്തെറികളിലേക്കും ചിലപ്പോൾ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വലിയ കേസുകളിലേക്കും അതിൻ്റെ നിയമക്കുരുക്കുകളിലേക്കും നയിക്കുന്നു. തൽക്കാലം ക്ഷമിക്കാനുള്ള ചുറ്റുമുള്ളവരുടെ ഉപദേശം അത് കേൾക്കുന്നവരെ ഒരുപക്ഷെ നാളേക്ക് കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കാം. ഭാര്യയും ഭർത്താവും മാറി മാറിയുള്ള ഷിഫ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ പരസ്പരം സംസാരിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു. കുഞ്ഞുങ്ങൾ കൂടി ഉള്ളവരുടെ കാര്യം പറയുകയും വേണ്ട. മിക്കപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യത തലയിലേറ്റി യു.കെയിലെത്തിയവരുടെ കാര്യത്തിൽ കഠിന ഷിഫ്റ്റുകളിൽ ജോലി ചെയ്താൽ മാത്രമാകും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒരു പരിധിവരെ മോചനമുണ്ടാവുക. അതിനായി പണിയെടുക്കുന്നതിനിടെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല ഭാവിയിൽ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നതും കാരണമായേക്കാം. പങ്കാളിയുടെ വിസയിൽ എത്തുന്നവർ പലപ്പോഴും പീഡനങ്ങൾ സഹിക്കാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ യു.കെയിൽ ഇതിനായി പ്രത്യേക പരിരക്ഷകളുണ്ട്. ഗാർഹിക പീഡനത്തെ തുടർന്ന് വിവാഹമോചിതരാകേണ്ടി വരുന്നവർക്ക് സഹായത്തിനായി അപേക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്നവർക്ക് പ്രശ്നപരിഹാരത്തിനായി നിരവധി മാർഗങ്ങൾ യു.കെ സർക്കാരിൽ ഒരുക്കിയിട്ടുണ്ട്. വക്കീലിന്റെ സഹായം, ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടുന്നവർക്ക് തങ്ങളുടെ ഫാമിലി ഡോക്ടറോട് സംസാരിക്കാൻ അവസരങ്ങളൊക്കെ ലഭിക്കുന്നു. ഇവർ കൃത്യമായ കൗൺസിലിങ്ങും സഹായവും ഒക്കെ നൽകുന്നു. മാത്രമല്ല 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ ഇവിടെയുണ്ട്. അടിയന്തര ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലം നൽകുന്ന സംവിധാനവും യു.കെയിലുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കുള്ള സഹായമായി മെൻസ് അഡ്വൈസ് ലൈനുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ യു.കെയിൽ പ്രാദേശിക തലങ്ങളിലായി 1000-ലേറെ മലയാളി അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യത്തിൽ വ്യക്തികൾക്ക് സഹായ അഭ്യർത്ഥന നടത്താവുന്നതാണ്. അസോസിയേഷനുകളിൽ പരാതി പരിഹാര സെല്ലുകൾ രൂപീകരിക്കുകയും നിയമബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്യുക എന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. യു.കെയിൽ ഒരിക്കൽ പോലീസ് കേസായാൽ പരാതിക്കാരൻ അത് പിൻവലിക്കാൻ തീരുമാനിച്ചാലും പോലീസ് കേസ് തുടരാൻ സാധ്യതയുണ്ട്. നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്നതിനാൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ വേട്ടയാടപ്പെടും.